റിച്ചി മരിയയിൽ നിന്നും അകന്നു മാറുമ്പോൾ അവളുടെ നിറഞ്ഞ കണ്ണുകൾ റിച്ചിയിൽ വേദന ഉണർത്തി. കണ്ണുകൾ ഇറുകെ അടച്ചുകൊണ്ട് റിച്ചി ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി താഴേക്ക് പോയി. റിച്ചി പോയതറിഞ്ഞതും മരിയ പൊട്ടിക്കരഞ്ഞു. ബാത്റൂമിൽ പോയി ഫ്രഷായി വരുമ്പോഴും മരിയയുടെ കണ്ണുകൾ തോർന്നിരുന്നില്ല. ആഹാരം പോലും കഴിക്കാതെ മരിയ ആ മുറിക്കുള്ളിൽ തന്നെയിരുന്നു. റിച്ചിയും പിന്നീട് അങ്ങോട്ടേക്ക് പോയില്ല. ഇടയ്ക്ക് 1-2 വട്ടം കൂടി ഛർദ്ദിച്ചെങ്കിലും ആ ക്ഷീണമൊന്നും മരിയ അറിഞ്ഞില്ല. അത്രമാത്രം ആ പെണ്ണ് തകർന്നിരുന്നു. ആ നിമിഷം താൻ ജീവിതത്തിൽ നിലച്ചിരുന്നെങ്കിലെന്ന് മരിയയ്ക്ക് തോന്നി. റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് മരിയ അങ്ങോട്ടേക്ക് നോക്കി. റിച്ചിയെ കാണി മരിയയുടെ സങ്കടം കൂടി. ഇവിടെ കിടന്ന് ഇങ്ങനെ മോങ്ങാൻ നിന്റെ ആരെങ്കിലും ചത്തോടി? എല്ലാം തകർന്നടിഞ്ഞവളെ പോലെ മരിയ റിച്ചിയെ ഒന്ന് നോക്കി. മരിയയുടെ കണ്ണുകളിലെ ഭാവം റിച്ചിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. മരിയയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ റിച്ചിയുടെ ദേഷ്യം കൂട്ടി. കണ്ണു തുടക്കി മരിയ. നിർവികാരമായി തന്നെ നോക്കുന്ന മരിയയെ കാണി റിച്ചിക്ക് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ടേബിളിലിരുന്ന ഫ്ലവർ വൈസ് എടുത്ത് ശക്തമായി റിച്ചി തറയിലേക്ക് എറിഞ്ഞു. മരിയ ഞെട്ടി റിച്ചിയെ നോക്കി. കണ്ണ് തുടക്കിടെ. റിച്ചിയുടെ അലർച്ച കേട്ട് പേടിച്ച് മരിയ കണ്ണുകൾ തുടച്ചു. മായമ്മ വന്നിട്ടുണ്ട് നിന്നെ കൊണ്ടുപോകാൻ, എളുപ്പം റെഡിയാകുക. റിച്ചി പറയുന്നത് കേട്ട് മരിയ ഞെട്ടി. ഇച്ചായ എനിക്ക് നോക്ക് മരിയ, നിന്നെ എനിക്ക് 3 മാസം മാത്രമായിരുന്നു ആവശ്യം. അതിനുവേണ്ടി ഞാൻ നിന്നെ അവരുടെ അടുത്തു നിന്നും ക്യാഷ് കൊടുത്ത് വാങ്ങിയതാ. ഇപ്പോൾ സമയം കഴിഞ്ഞു, ഇനി നിനക്ക് പോകാം. ഇച്ചായ. മരിയ, എനിക്ക് ഒരു കാര്യം വീണ്ടും പറയുന്നത് ഇഷ്ടമല്ല. നിനക്ക് എന്തോ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ എടുത്തിട്ട് പോകാം. അവർ പുറത്തു നിൽപ്പുണ്ട്. എന്നെ പറഞ്ഞു വിടല്ലേ ഇച്ചായ. എനിക്ക് അവരെ പേടിയായി ഇച്ചായ. ഞാൻ അങ്ങനെ ഒരു മരിയ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് റിച്ചിയുടെ കൈകൾ അവളുടെ കവളിൽ പതിഞ്ഞിരുന്നു. നിനക്ക് എന്താടി പറഞ്ഞ മനസ്സിലാകില്ലേ? ഞാനായിട്ട് പിടിച്ച് ഇറക്കണ്ടെങ്കിൽ ഇറങ്ങിപ്പോടി. ഇച്ചായ ഞാൻ ഇച്ചായൻ്റെ മരിയെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കാതെ റിച്ചി അവളുടെ കൈക്ക് പിടിച്ച് റൂമിന് വെളിയിലേക്ക് പുറത്തേക്ക് തള്ളി. തറയിലേക്ക് വീഴുന്നതിന് മുമ്പേ മത്തായിച്ചൻ്റെ കൈകൾ മരിയെ താങ്ങി പിടിച്ചിരുന്നു. കൈകൾ കൊണ്ട് തൻ്റെ വയറിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നന്ദിയുടെ മരിയ മത്തായിച്ചനെ വണങ്ങി. റിച്ചി മോനെ, 5 മിനിറ്റ്, അത് കഴിഞ്ഞ് ഇവിടെ കണ്ടാൽ അറിയാലോ ഈ റിച്ചിയുടെ സ്വഭാവം. മരിയ ദയനീയമായി മത്തായിച്ചനെ നോക്കി. ആ നോട്ടത്തിൽ ഒരു അപേക്ഷയായിരുന്നു. കണ്ണുകൾ കൊണ്ട് മരിയ മത്തായിച്ചനോട് യാചിച്ചു. റിച്ചി കൈ ഉയർത്തി മത്തായിച്ചനെ തടഞ്ഞു. ഇവൾക്ക് വേണ്ടി എൻ്റെ അടുത്ത് വാദിക്കാൻ ആരും നിൽക്കണ്ട. ഇനി ഇവളിവിടെ നിന്നാൽ ഞാൻ പോകും ഇവിടുന്ന്. വേണ്ട ഇച്ചായ, ഞാൻ പൊയ്ക്കോളാം. എന്നെയല്ലേ ആർക്കും വേണ്ടാത്ത, ഞാൻ പൊയ്ക്കോളാം. മരിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാക്കുകൾ ഇടറുമ്പോഴും റിച്ചി തിരികെ വിളിക്കുമെന്നൊരു പ്രതീക്ഷ മരിയയ്ക്ക് ഉണ്ടായിരുന്നു. വേഗം ഒന്ന് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. വേദനയിൽ കുതിർന്ന ഒരു പുഞ്ചിരി റിച്ചിക്ക് സമ്മാനിച്ചുകൊണ്ട് മരിയ പതിയെ സ്റ്റെപ്പുകൾ ഇറങ്ങി. മത്തായിച്ചനും മരിയയ്ക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി. തന്നെ കാത്തു നിൽക്കുന്ന മായമ്മയ്ക്ക് മുമ്പിൽ എത്തിയതും മരിയ മത്തായിച്ചനെ ഒന്ന് നോക്കി. ആ വൃദ്ധൻ്റെ തല അറിയാതെ താഴ്ന്നുപോയി. മരിയ തിരിഞ്ഞൊന്ന് വീടിനുള്ളിലേക്ക് നോക്കി. സ്റ്റെയറിൻ്റെ അടുത്ത് തന്നെ നോക്കി നിൽക്കുന്ന റിച്ചിയിൽ മരിയയുടെ നോട്ടം പതിഞ്ഞു. മരിയയുടെ നോട്ടം നേരിടാനാകാതെ റിച്ച് റൂമിലേക്ക് പോയി. മരിയ മത്തായിച്ചൻ്റെ അടുത്തേക്ക് ചെന്നു. ആ വൃദ്ധൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഇച്ചായനോട് പറയണേ ഞാൻ പോയെന്ന്. ഇച്ചായൻ്റെ മരിയ കൊച്ചിന് ഇച്ചായനോട് ദേഷ്യമൊന്നുമില്ലെന്നും ഒരിക്കലും ഇച്ചായന് ശല്യമായി ഞാൻ വരില്ല എന്ന് പറയണേ. കണ്ണുനീരി പിടിച്ചടക്കി ഏങ്ങലടിച്ച് തന്നോട് പറയുന്ന മരിയയെ കാണി മത്തായിച്ചന് ഹൃദയം വിങ്ങി. ആൻമോളെ, വിളിക്കല്ലേ, എന്നെ കരഞ്ഞു പോകും ഞാൻ. മരിയ മത്തായിച്ചൻ്റെ കൈവിട്ടുകൊണ്ട് മായമ്മയ്ക്കൊപ്പം കാറിലേക്ക് കയറി. മത്തായിച്ചൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കാർ അവിടെ നിന്നും പോയതും മുകളിലെ റൂമിൽ നിന്നും ഉച്ചത്തിൽ ഒരു ശബ്ദം കേട്ട് മത്തായിച്ചൻ അങ്ങോട്ടേക്ക് ഓടി. റിച്ചിയുടെ റൂമിന് മുമ്പിലെത്തിയതും അകത്ത് എന്തൊക്കെയോ പൊട്ടുന്ന ശബ്ദം കേട്ട് മത്തായിച്ചൻ ഡോറിൽ മുട്ടി. റിച്ചി മോനെ, കതക് തുറക്ക് റിച്ചി, ഞാൻ ചത്തിട്ടില്ല, പോകാൻ നോക്ക്. റിച്ചി. ദയനീയമായി മത്തായിച്ചൻ വിളിച്ചതും ഡോറിലേക്ക് ഒരു ഫ്ലവർ വൈസ് വലിച്ചെറിഞ്ഞത് കൊണ്ടാണ് റിച്ചി പ്രതീക്ഷിച്ചത്. മത്തായിച്ചൻ കരഞ്ഞുകൊണ്ട് താഴേക്ക് പോയി. മരിയയുടെ പടിയിറക്കം മത്തായിച്ചന് താങ്ങുന്നതിലപ്പുറമായിരുന്നു. മരിയ! മുടിയിൽ കുരുത്ത് അവൻ അലറി വിളിച്ചു. ആ ഇരുനില കെട്ടിടത്തിന് മുകളിൽ കാർ വന്ന് നിന്നതും മരിയ കാറിൽ നിന്നും ഇറങ്ങി ഉള്ളിലേക്ക് കയറി. തന്നെ നോക്കി നിൽക്കുന്നവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് മരിയ മുകളിലെ മുറിയിലേക്ക് പോയി. അവിടെയുള്ള എല്ലാവരും മരിയ അത്ഭുതത്തോടെ നോക്കി. റിച്ചി എന്ന ചെറുതാനെ ഒരിക്കൽ അറിഞ്ഞ ആരും പിന്നീട് അവൻ്റെ മുൻപിൽ പോയിട്ടില്ല. അപ്പോൾ 3 മാസം മരിയ എങ്ങനെ അവിടെ നിന്നു എന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത. റൂമിലേക്ക് കയറി ഡോറടിച്ച് താഴേക്ക് ഊർന്നിരുന്ന മരിയ പൊട്ടിക്കരഞ്ഞു. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും വിലമതിക്കുന്ന ഒന്നും കൊണ്ടാ ഇച്ചായ ഞാൻ ആ വീടിൻ്റെ പടിയിറങ്ങിയത്. ഡോക്ടർ പറഞ്ഞപ്പോൾ പോലും മത്തായിച്ചനെ അറിയിക്കാൻ ഞാൻ സമ്മതിക്കാഞ്ഞത് ഇച്ചായനോട് എനിക്ക് പറയാൻ വേണ്ടിയല്ലേ. റിച്ചിയുടെ ജീവൻ്റെ അംശം എൻ്റെ ഉദരത്തിൽ വളർന്നുവെന്ന് സമ്മതിച്ചില്ലല്ലോ ഇച്ചായ. എന്നെ ഒന്ന് പറയാൻ പോലും സമ്മതിച്ചില്ലല്ലോ. ആ മുഖത്തെ സന്തോഷം കാണാൻ ആഗ്രഹിച്ചിട്ട് എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ. മരിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. ഓരോ ദിവസവും കഴിയുന്തോറും മരിയ കൂടുതൽ അവശയായിക്കൊണ്ടിരുന്നു. ഏത് സമയവും ഛർദിയാണ്.
ഇനി ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി അവൾ ആ മുറിവിട്ട് അധികം പുറത്തേക്ക് ഇറങ്ങാറില്ലായിരുന്നു. വയറ്റിൽ വളരുന്ന ജീവനെ ഓർത്ത് മരിയക്ക് ആദ്യ തോന്നി. ഏകദേശം 1 മാസത്തോളമായി മരിയ റിച്ചിയിൽ നിന്ന് മാറിയിട്ട്. റിച്ചിയുടെ ഓർമ്മകളില്ലാത്ത ഒരു ദിവസം പോലും മരിയയുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല. മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നോ എന്ത് ചെയ്യണമെന്നോ മരിയക്ക് അറിയില്ലായിരുന്നു. ഒന്നിനു വേണ്ടിയും തന്നെ കുഞ്ഞിന് വേണ്ടെന്ന് വെക്കില്ല എന്ന് ഉറച്ച തീരുമാനം മരിയ എടുത്തിരുന്നു. മുറിക്കകത്ത് തന്നെ അടച്ചിരുന്നാൽ റിച്ചിയുടെ ഓർമ്മകൾ തന്നെ വേട്ടയാടുമെന്ന് മരിയക്ക് മനസ്സിലായി. റിച്ചി ഒരിക്കലും തന്നെ സ്വീകരിക്കില്ല എന്ന് മരിയ ഉറച്ചു വിശ്വസിച്ചു. മരിയ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. സന്ധ്യ ആയിരിക്കുന്നു. മുകളിലെ ബാൽക്കണിയിലേക്ക് ചെന്ന് അവിടെ ഇരിക്കുന്ന ബെഞ്ചുകളിലേക്ക് ഇരുന്ന് മരിയ പുറംകാഴ്ചയിലേക്ക് കണ്ണും നട്ടിരുന്നു. ചെഞ്ചുവപ്പണിഞ്ഞ് സൂര്യൻ അസ്തമയത്തിന് തയ്യാറായിരിക്കുന്നു. മരിയയുടെ ഓർമ്മകൾ 3 മാസം പിന്നിലേക്ക് സഞ്ചരിച്ചു. ഇതുപോലെ ഒരു സായാഹ്ന സമയത്താണ് ഇതേ സ്ഥലത്ത് വെച്ച് ആദ്യമായി കാണുന്നത്. തന്നെ കണ്ണും ചിമ്മാതെ നോക്കി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. നിമിഷങ്ങൾക്കകം തൻ്റെ ശരീരത്തിന് വില കൊടുത്ത് കൂടെ കൂട്ടി. പേടിയായിരുന്നു ആദ്യം, പിന്നീട് പ്രണയമായി. സർവ്വവും അവനിൽ സമർപ്പിച്ച് ജീവിച്ചു. പക്ഷെ ഇന്ന് അത് ഓർക്കെ മരിയയുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ ഇറ്റു വീണു. മരിയയുടെ കൈകൾ പതുക്കെ അവളുടെ വയറിൽ എത്തിനിന്നു. കണ്ണുനീരിനിടയിൽ മരിയ ഒന്ന് പുഞ്ചിരിച്ചു. തൻ്റെ അടുത്ത് ആരുടെയോ സമീപം അറിഞ്ഞ് മരിയ തിരിഞ്ഞു നോക്കി. 60 വയസ്സിന് മുകളിൽ പ്രായം തോന്നുന്ന ഒരു മനുഷ്യൻ. നീട്ടി വളർത്തിയ താടി പകുതിയിൽ കൂടുതൽ നരച്ചിരിക്കുന്നു. തലയിൽ കെട്ടിയിരിക്കുന്ന തലപ്പാവ് കാരണം മുടികൾ കാണാൻ വയ്യ. ഒരു കുർത്തയാണ് വേഷം. മരിയ തലയുയർത്തി അയാളൊന്ന് നോക്കി. തൻ്റെ മുഖത്തേക്ക് അയാൾ നോക്കുന്നില്ല. പക്ഷെ കണ്ണുകൾ ആർത്തിയോടെ തൻ്റെ ശരീരം മുഴുവൻ അലഞ്ഞു തണുക്കുന്നു. ചുണ്ടുകൾ കടിച്ചു പിടിച്ച് വശമായി തന്നെ നോക്കുന്ന അയാളെ കാണി മരിയയ്ക്ക് തൻ്റെ ശരീരത്തിൽ കൂടി പുഴുവരിക്കുന്നത് പോലെ തോന്നി. അറപ്പോടെ അയാളെ ഒന്ന് നോക്കുകൊണ്ട് മരിയ റൂമിനുള്ളിലേക്ക് പോയി. താടി ഒഴിഞ്ഞുകൊണ്ട് അയാൾ മരിയ പോയ വഴിയെ ഒന്ന് നോക്കി. എന്താണ് സർദാർജി? മായമയുടെ പ്രത്യേക താളത്തിലുള്ള ചോദ്യം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. കൊള്ളാം, ആ പെണ്ണ്. എന്താ അവളുടെ പേര്? ആൻമരിയ. കിളുന്തു പെണ്ണ, ഉടയാത്ത ശരീരവും. എങ്ങനെ നോക്കിയാലും ലാഭം. എനിക്ക് വേണം അവളെ. അതിന് നീ ചോദിക്കുന്ന എന്തും ഞാൻ തരും. ശരിയാ, 18 വയസ്സേ ഉള്ളൂ അവൾക്ക്. അടുത്ത് വന്നിട്ട് 3 മാസം. ഒരാളുടെ കൂടെ മാത്രമേ അവൾ പോയിട്ടുള്ളൂ. അതുകൊണ്ട് 5 ലക്ഷം. അത് കിട്ടിയാൽ ഈ നിമിഷം സർജാദിക്ക് അവളെ കൊണ്ടുപോകാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമൊന്നുമില്ല. ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം. ഇനി മറ്റാർക്കും അവളെ കൊടുക്കാൻ പാടില്ല. സമ്മതം, പോയി വന്നോളൂ. സർദാർജി പോയത് മായമ്മ മരിയയുടെ മുറിയിലേക്ക് കയറി. ബെഡിൽ ചാരിയിരുന്ന് മുട്ടിലേക്ക് മുഖം പൊഴുത്തിയിരിക്കുന്നവളെ അവർ ഒന്ന് നോക്കി. പതുക്കെ അവളുടെ മുടിയിലൊന്ന് തലോടി. മരിയ തലയുയർത്തി അവരെ ഒന്ന് നോക്കി. ഞാൻ മോളോട് ഒരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് വയറ്റിലുണ്ടോ? മായമ്മയുടെ ചോദ്യം കേട്ട് മരിയ ഒന്ന് ഞെട്ടി. പതറച്ച് മറിച്ചു വെച്ചുകൊണ്ട് മരിയ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ഇല്ല, ഞാനൊരു പെണ്ണാണ്. ഇവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ മാറ്റം കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. മരിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മായമ്മ ഒഴുകിയിറങ്ങുന്ന മരിയയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എന്തിനാ കരയുന്നേ? ഞാൻ എന്തെങ്കിലും പറയുമെന്ന് കരുതിയാണോ? ഇതിനൊക്കെ എങ്ങനെ പേടിക്കണോ കുട്ടി? ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. വയറ്റിലൊരു ജീവനുണ്ടെന്ന് ഓർക്കണ്ട. നന്നായിട്ട് ആഹാരം കഴിക്കണം കേട്ടോ. പിന്നെ നാളെ രാവിലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. നല്ലൊരു ഡോക്ടറെ കാണണം. മായമ്മ അതും പറഞ്ഞ് മരിയയുടെ കവിളിലൊന്ന് തട്ടി. തൻ്റെ മനസ്സിലെ ഭാരം കുറയുന്നതായി തോന്നി മരിയയ്ക്ക്. മരിയ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. മായമ്മ റൂമിൻ്റെ പുറത്തെത്തി. ഒന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു. മരിയ വീണ്ടും ആ സ്ത്രീയുടെ വാക്കുകൾ വിശ്വസിച്ചു. ആ പാവം പെണ്ണ് അറിഞ്ഞില്ല തൻ്റെ ഉദരത്തിൽ പിറവെടുത്തിരുന്ന കുരുന്നിനെ ജീവനില്ലാതാക്കാൻ ഉള്ള തന്ത്രങ്ങൾ അവർ മെനയുകയാണെന്ന്. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് പറഞ്ഞു പോയ ബെന്നി അപ്പച്ചന് സുഖമില്ലാതെ ഹോസ്പിറ്റലായതുകൊണ്ട് 1 മാസം കഴിഞ്ഞ് മടങ്ങി വരുമെന്ന് അറിയിച്ചിരുന്നു. റിച്ചിയുടെ അവസ്ഥയിൽ നിസ്സഹായമായി നോക്കി നിൽക്കാൻ മാത്രമേ മത്തായിച്ചന് കഴിഞ്ഞുള്ളൂ. ബെന്നി അപ്പച്ചനെയും കൊണ്ട് ഹോസ്പിറ്റലായതുകൊണ്ട് ഒന്നും തന്നെ മത്തായിച്ചൻ ബെന്നിയെ അറിയിച്ചിരുന്നില്ല. മരിയ പോയതിനു ശേഷം റിച്ചിയുടെ അവസ്ഥ പഴയതിനേക്കാൾ പരിതാപകരമാണ്. ആരെന്ത് ചോദിച്ചാലും ദേഷ്യം മാത്രം. രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ രാത്രി കുടിച്ച് ബോധമില്ലാതെ ആണ് മടങ്ങി വരുന്നത്. രാവിലെ ഉണരുമ്പോൾ തുടങ്ങും വീണ്ടും കൂടി. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ആരും തന്നെ റിച്ചിയെ സ്വഭാവത്തോടെ കാണാറില്ല. കുടിച്ച് ബോധം അറിയുമ്പോഴും റിച്ചിയുടെ നാവിലൊരു പേര് മാത്രം മന്ത്രിച്ചു, മരിയ. മത്താഴ്ച സന്ധ്യയ്ക്ക് ഹാളിലിരുന്ന് ആ വീട് മുഴുവനും കണ്ണോടിച്ചു. ഒരു പ്രേതാലയം പോലെയുണ്ട് ഇപ്പോൾ കാണാൻ. അടുക്കളയിൽ പാചകമില്ല. തൂത്തു വരാതെ വീട് മുഴുവൻ പൊടിയും മറയിലയുമാണ്. എവിടെ നോക്കിയാലും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും പകുതി കത്തിത്തീർന്ന സിഗരറ്റ് കുറ്റിയും. കോളിംബെല്ലിൻ്റെ ശബ്ദം കേട്ട് മത്താഴ്ചൻ ചെന്ന് ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ബെന്നിയെ കണ്ട് മത്തായിച്ചൻ നിർവികാരമായി ഒന്ന് ചിരിച്ചു. മത്തായിച്ചനൊന്ന് നോക്കിക്കൊണ്ട് വീടിനുള്ളിലേക്ക് കയറിയതു. പിന്നെ അകത്തെ അവസ്ഥ കണ്ട് മത്തായിച്ചന് നേരെ തിരിഞ്ഞു. എന്താ മത്തായിച്ച ഇത്? ഇതൊരു വീട് തന്നെയാണോ? ആൻ വന്നതിന് ശേഷം ഇതൊരു വീട് തന്നെ ആയിരുന്നു. പക്ഷെ ആ കുഞ്ഞ് പോയതിനു ശേഷം മത്തായിച്ചൻ എന്താ പറഞ്ഞത്? ആൻ അവിടെ പോയി. മത്തായിച്ചൻ ബെന്നിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ബെന്നിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നിട്ട് റിച്ചി ഇവിടെ? മുകളത്തെ മുറിയിലുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് വന്നു. അപ്പോൾ തുടങ്ങിയ കൂടിയാ. ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഞാൻ ചെന്ന് വിളിച്ചതാ. എന്നോട് ദേഷ്യപ്പെട്ടു. എന്തൊക്കെയോ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. പിന്നെ മത്താച്ചനെയും കൂട്ടി റിച്ചിയുടെ മുറിയിലേക്ക് പോയി. മരിയ വൃത്തിയായി സൂക്ഷിച്ചിരുന്ന മുറി മൊത്തം വാരി വലിച്ചിട്ടിരിക്കുന്നു. മുറിയിൽ പലയിടത്തും പകുതി കത്തിത്തീർന്ന സിഗരറ്റ് കുറ്റികൾ, പൊട്ടിച്ചെതിർ കിടക്കുന്ന മദ്യക്കുപ്പികൾ, അതിന് നടുവിലായി കവിഴ്ന്നു കിടക്കുന്ന റിച്ചി. പിന്നെ പതുക്കെ റിച്ചിയുടെ അരികിലേക്ക് ചെന്നു. റിച്ചി, നീ ഒന്ന് എഴുന്നേറ്റേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്.
ബെന്നി വിളിച്ചിട്ടും റിച്ചിയിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. റിച്ചി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നിന്നോട് എഴുന്നേൽക്കാനാണ് പറഞ്ഞത്. ബെന്നി റിച്ചിയെ പിടിച്ച് വലിച്ച് മലത്തി കിടത്തി. റിച്ചിയുടെ ദേഹത്തും തലയേറിയുമായി പടരുന്ന രക്തം. അപ്പോഴാണ് ബെന്നിയും മത്തായിച്ചനും കാണുന്നത്. ബെന്നി റിച്ചിയുടെ ശരീരം മൊത്തത്തിലൊന്ന് നോക്കി. അപ്പോഴാണ് റിച്ചിയുടെ ഇടത് കൈത്തണ്ടയിൽ തറഞ്ഞു കയറിയിരിക്കുന്ന കുപ്പിച്ചിൽ ബെന്നി കാണുന്നത്. ബെന്നി റിച്ചിയുടെ കയ്യിൽ നിന്നും പതിയെ കുപ്പിച്ചിൽ വലിച്ചൂരിയതും രക്തം കൂടുതൽ ശക്തിയിൽ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. റിച്ചിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ആ വേദനയിലും അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു മരിയ. മത്തായിച്ചൻ പെട്ടെന്ന് തന്നെ ബെഡിൽ കിടന്ന ബെഡ്ഷീറ്റിൻ്റെ അറ്റം വലിച്ചു കയറി റിച്ചിയുടെ മുറിവ് കെട്ടിവെച്ചു. മത്തായിച്ചനും ബെന്നിയും കൂടി റിച്ചിയെ താങ്ങിപ്പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി. റിച്ചിയെ നേരെ കാശുവെട്ടിലേക്കാണ് കൊണ്ടുപോയത്. അബോധാവസ്ഥയിലായിരുന്നിട്ടും റിച്ചി മരിയയുടെ പേര് പറഞ്ഞുകൊണ്ടിരുന്നു. റിച്ചിയുടെ മുറിവ് കുറച്ച് ആഴത്തിലുള്ളതായതുകൊണ്ട് തന്നെ മുറിവ് സ്റ്റിച്ച് ചെയ്ത ശേഷം അവൻ അവിടെ അഡ്മിറ്റാക്കി. റിച്ചിയെ പരിശോധിച്ച ശേഷം ഡോക്ടർ ബെന്നിയുടെയും മത്തായിച്ചൻ്റെയും അടുത്തേക്ക് വന്നു. അയാൾ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. ഇതുപോലൊരു കേസ് ഹോസ്പിറ്റലിൽ വന്നാൽ പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് ചെയ്യുന്നില്ല. എന്തായാലും 2 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. വേദനയ്ക്കുള്ള ഒരു ഇഞ്ചക്ഷൻ കൂടി എടുത്തിട്ടുണ്ട്. ആളിപ്പോൾ നല്ല മയക്കത്തിലാണ്. ഉണരാൻ 2 മണിക്കൂറോളം കഴിയും. പിന്നെ ആരാണ് ഈ മരിയ? അബോധാവസ്ഥയിലും ഇടയ്ക്കിടയ്ക്ക് അയാൾ ആ പേര് പറയുന്നുണ്ട്. ഡോക്ടർ ചോദിച്ചതും ബെന്നിയും മത്തായിച്ചനും പരസ്പരം ഒന്ന് നോക്കി. ഇത് റിച്ചി കുഞ്ഞിൻ്റെ ഭാര്യയാണ് ഡോക്ടറെ. 2 പേരും ചെറിയ പിണക്കത്തിലാണ്. മോളിപ്പോൾ വീട്ടിലാണ്, മത്തായി ഡോക്ടറോട് പറഞ്ഞു. എന്തായാലും നിങ്ങൾ ആ കുട്ടിയെ വിവരം അറിയിക്കണം. റിച്ചി ഉണരുമ്പോൾ മരിയ അവിടെ ഉണ്ടായാൽ അത് നല്ലതായിരിക്കും. ഡോക്ടർ ബെന്നിയെയും മത്തായിച്ചനോടും പറഞ്ഞു. നമ്മളിപ്പോൾ എന്തു ചെയ്യും ബെന്നി? ആ മായമ്മയുടെ അടുത്ത് ചെന്ന് നമ്മൾ അന്വേഷിച്ചാൽ അവരുടെ മോളെ നമ്മുടെ കൂടെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? റിച്ചി ഉണരുമ്പോഴേക്കും മോളെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? മത്തായിച്ചൻ ബെന്നിയോട് ചോദിച്ചു. അവനോട് പോയി തലയും കുത്തി നിൽക്കാൻ പറ, അല്ലാതെ പിന്നെ ഞാനെന്ത് പറയാനാ? ബെന്നി ദേഷ്യത്തോടെ മത്തായിച്ചനോട് പറഞ്ഞു. 2 മണിക്കൂറിന് ശേഷം ഉണരുമ്പോൾ റിച്ചി ബെന്നിയും മത്തായിച്ചനും അവൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. കണ്ണ് തുറക്കുന്നതിന് മുമ്പ് റിച്ചി അവ്യക്തമായി മരിയയുടെ പേര് പറഞ്ഞിരുന്നു. അത് കേൾക്കാൻ മത്തായിച്ചൻ ബെന്നിയെ നോക്കി. ബെന്നി അപ്പോഴും ദേഷ്യത്തോടെ റിച്ചിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. റിച്ചി കണ്ണു തുറന്ന് ചുറ്റിനും നോക്കി. ഞാനിവിടെ റിച്ചി, ബെന്നി ഗൗരവത്തോടെ റിച്ചിയോട് ചോദിച്ചു. അവൾ വന്നിടത്തേക്ക് തന്നെ പോയി. ഭാവഭേദമൊന്നുമില്ലാതെ റിച്ചി പറഞ്ഞു. നിനക്ക് അവളെ ഇഷ്ടമായിരുന്നില്ല, പിന്നെ എന്തിനാണ് നീ അവളെ പറഞ്ഞു വിട്ടത്? ബെന്നിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവളെപ്പോലൊരു പെണ്ണിനെ ഞാൻ സ്നേഹിക്കാനോ? ഒരിക്കലും ഇല്ല ബെന്നി. അല്ലേലും അവൾ എന്നെപ്പോലെ എത്രയോ എണ്ണത്തിനെ കണ്ടതാ. അവൾക്ക് ഞാൻ അവരിലൊരാൾ മാത്രമാണ്. ഒരിക്കലും അവളെ സ്നേഹിക്കില്ല. അവൾക്ക് എൻ്റെ കാശ് മാത്രം മതി, റിച്ചി പുച്ഛത്തോടെ പറഞ്ഞു. നിനക്ക് നല്ല മുഴുത്ത വട്ടാ റിച്ചി, ബെന്നി ദേഷ്യത്തോടെ റിച്ചിയോട് പറഞ്ഞു. ആഹാ, റിച്ചി ഉണർന്നോ? ഇല്ല, ഇയാളുടെ ഭാര്യയെ നിങ്ങൾ വിവരം അറിയിച്ചില്ല? ഡോക്ടർ ചോദിച്ചതും റിച്ചി ബെന്നിയെയും മത്തായിച്ചനെയും മാറി മാറി നോക്കി. അറിയിച്ചിട്ടുണ്ട് ഡോക്ടർ, മോള് വൈകിട്ടെത്തും. മത്തായിച്ചൻ ഡോക്ടറോട് പറയുന്നത് കേട്ട് റിച്ചി രൂക്ഷമായി അദ്ദേഹത്തെ നോക്കി. ഞാൻ അറിയാതെ എപ്പോഴും എനിക്കൊരു ഭാര്യ ഉണ്ടായത്? റിച്ചി ദേഷ്യത്തിൽ മത്തായിച്ചനോട് ചോദിച്ചു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ മുതൽ ബോധമല്ലെങ്കിലും മരിയ മരിയ എന്നൊരു പേര് മാത്രമല്ലേ നിന്റെ വായിൽ നിന്നും വന്നുള്ളൂ. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ഡോക്ടർ ചോദിക്കുമല്ലോ മരിയ ആരാണെന്ന്. ഡോക്ടർ ചോദിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ എന്തായിരുന്നു പറയേണ്ടത്? ബെന്നിയും ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. എനിക്കിവിടുന്ന് വീട്ടിൽ പോകണം. റിച്ചി അത് മാത്രമാണ് പറഞ്ഞത്. ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുന്നവരെ നീ ഇവിടെ കിടന്നേ പറ്റൂ, ബെന്നി അവനോട് പറഞ്ഞു. ഇവിടെ നീ കിടന്നാൽ മതി, എനിക്ക് വീട്ടിൽ പോകണം. പറഞ്ഞുകൊണ്ട് റിച്ചി കയ്യിലെ ക്യാനുല വരച്ചു വരാൻ തുടങ്ങി. റിച്ചി, വെറുതെ ആവശ്യമില്ലാത്തത് ഒപ്പിച്ച് വെക്കേണ്ട, ഞാൻ പോയി ഡോക്ടറോട് പറഞ്ഞിട്ട് വരാം, ബെന്നി അവനോട് പറഞ്ഞുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി. റിച്ചിയെ ഡിസ്ചാർജ് ചെയ്യാറായിട്ടില്ല എങ്കിലും അവൻ്റെ നിർബന്ധം കാരണം ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് നൽകി. റിച്ചിയും ബെന്നിയും മത്തായിച്ചൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് മായമയ്ക്കൊപ്പം നടന്നു വരുന്ന മരിയയെ കണ്ടത്. പ്രതീക്ഷിതമായാണെങ്കിലും അവളെ കണ്ട മാത്രം റിച്ചിയുടെ നെഞ്ചു പിടഞ്ഞു. കറുപ്പ് വീണ കൺതണങ്ങളും മെലിഞ്ഞുപോയ അവളുടെ ശരീരവും കാണേ റിച്ചിയുടെ ഉള്ളിൽ എവിടെയോ ഒരു നോവുണർന്നു. ഒരു നിമിഷം തൻ്റെ മനസ്സിലെ ചിന്തകളെപ്പോലും മറന്നുകൊണ്ട് റിച്ചി മരിയയ്ക്ക് പിന്നാലെ ചെന്നു. മരിയയും മായയും കൂടെ ഒരു ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറിയതും റിച്ചി അവിടെ വെച്ചിരിക്കുന്ന ബോർഡിലേക്ക് നോക്കി. ഡോക്ടർ അനസൂയ, ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഒബ്സ്ട്രീഷ്യൻ. ആ ബോർഡ് കാണെ റിച്ചിയുടെ ചുണ്ടിലൊരു പുച്ഛം നിറഞ്ഞു. എങ്കിലും മടങ്ങിപ്പോകാൻ തോന്നാതെ ഏതൊരു ഉൾപ്രേരണയിൽ റിച്ചി ആ റൂമിൻ്റെ പുറത്തെ ഭിത്തിയിലേക്ക് ചാരി നിന്നു. അവൻ്റെ ഒപ്പം തന്നെ ബെന്നിയും മത്തായിച്ചനും ഉണ്ടായിരുന്നു. ഡോക്ടറുടെ റൂമിലിരിക്കുന്നവർക്ക് റിച്ചിയെയും മറ്റും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അകത്ത് നടക്കുന്ന സംസാരം മുഴുവൻ റിച്ചിക്കും മറ്റും കേൾക്കാമായിരുന്നു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.